ഹലോ ഗേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് ആയാലോ? ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് പോത്തിറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് പോത്തിറച്ചിയുടെ കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കതിനായിട്ട് കൊച്ചുള്ളി പൊളിച്ച് വെക്കാം, വെളുത്തുള്ളി പൊളിച്ച് വെക്കാം. പിന്നെ നമ്മുടെ പോത്ത് നല്ലപോലെ ഒലച്ച് കഴുകി അതിൻ്റെ ചോരയൊക്കെ കളഞ്ഞെടുക്കണം. അതപ്പോൾ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മീറ്റ് മസാല ഇടുന്നുണ്ട്. നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് നല്ലപോലെ വേവിക്കണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഫസ്റ്റ് നമ്മൾ പൊളിച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇല്ലായിരുന്നോ, അത് നമുക്ക് നല്ലപോലെ കഴുകി കല്ലിലിട്ട് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ ഈ ഒരു രീതിക്ക് അങ്ങ് പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളത് ചതച്ചെടുത്തതിന് ശേഷം തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ചീനിച്ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഒരു പരുവൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അതിനകത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗണിഷ് കളർ ആയപ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതുകൂടെ മൂത്ത് കഴിയുമ്പോഴാണ് അടുത്ത പരിപാടി. അതിപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് ഒരു തക്കാളി അരിഞ്ഞ് ക്രഷ് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചിരുന്ന ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. മറ്റൊരു വശത്ത് നമ്മൾ ചീനച്ചട്ടിയിലിട്ട സാധനം മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പോത്തിറച്ചി വെന്തോന്ന് നോക്കുവാണ്. പക്ഷെ വെന്തിട്ടില്ല. നമുക്കതൊന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിക്കാം. അപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ മാറ്റി വയ്ക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഗരം മസാല വേണം. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിൽ വഴറ്റാൻ വെച്ചിരുന്ന സാധനങ്ങൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജ്യൂസാക്കി വെച്ചിരുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക. നമ്മുടെ പോത്തിറച്ചി ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇനി അത് വെന്തോ ഇല്ലയോ എന്ന് നോക്കുവാണ്. അങ്ങനെ നമ്മുടെ ചീനിച്ചട്ടിയിൽ തക്കാളി ഒഴിച്ചതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വേവിക്കണം. അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മ വന്നിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഉപ്പ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇറച്ചിക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് കിടക്കാം. കപ്പയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ മഞ്ഞ കപ്പയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. കൊച്ചുള്ളി പൊളിച്ചത് അത് കല്ലിലിട്ട് ഉടച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമാണ്. അതും കൂടെ ഉടച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞ കപ്പയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉടച്ചു വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല വെട്ടാം. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഇല വന്നു.
അതിനുശേഷം നമ്മുടെ കപ്പ വന്നു, അതിനുശേഷം നമ്മുടെ ബീഫ് വന്നു. ഇനി നമുക്കെല്ലാവർക്കും കൂടി വട്ടത്തിലിരുന്ന് അതങ്ങ് കഴിക്കാം. ഇനി ഞങ്ങളെ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോഴേക്കും നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.